നമസ്കാരം, അഭിലാഷേട്ടയാണ്. ഒരു സങ്കടം ഉണ്ടല്ലോ വിമലേട്ടാ, പറഞ്ഞോട്ടെ. കാരണം ഇത്ര ആർട്ടിസ്റ്റുകളെ കണ്ടപ്പോൾ എനിക്ക് സങ്കടം. കാരണം ഇതിൽ ഞാൻ അഭിനയിക്കേണ്ട ആളാണ്, ഒരു വേഷം ചെയ്യേണ്ട ആളാണ്. ഞാനേ അഭിനയിക്കേണ്ടതായിരുന്നു. പക്ഷെ എൻ്റെ അമ്മ മരിച്ചുപോയി, ഇപ്പോൾ 2 മാസമായി. അപ്പം അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന ആ സമയത്താണെന്ന് തോന്നുന്നു, ഇല്ല വിളിച്ചതെന്ന് തോന്നുന്നു. അതേ പറഞ്ഞു. അതിൻ്റെയൊക്കെ പുറകെയായിരുന്നു, എനിക്ക് വരാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോയി. അപ്പോൾ എന്തായാലും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവർക്കും അത് വലിയൊരു ഭാഗ്യമാണ്. ഇതിൽ അഭിനയിക്കാത്തവർ തീരെ നഷ്ടം തന്നെയാണ്. ഒരു കുഞ്ഞു വർക്കാണെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിമലേട്ടനും ടീമിനും എല്ലാവർക്കും കേട്ടോ, എല്ലാ ചങ്കുകൾക്കും ആശംസകൾ. അഭിലാഷേട്ട ഇതിന് വന്ന എല്ലാ സപ്പോർട്ടും ഉണ്ടാവും. ഒരു വൻ വിജയമായി തന്നെ തീരട്ടെ കേട്ടോ. നമ്മുടെ ചങ്കായിട്ട് നിൽക്കണം നമ്മുടെ ഇക്ക. ഓക്കെ, ഇതുവരെ ഇങ്ങനെ നിന്നിട്ടുള്ളതാണ്, പക്ഷെ ഇതിനു വേണ്ടി നിൽക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് സ്ട്രോങ് ആയിട്ട് ചേട്ടാ വിളിച്ചെടുക്കുമല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ കോമഡി ആർട്ടിസ്റ്റ് ഉണ്ട്, അപ്പോൾ നമ്മുടെ നായികയുണ്ട്, പിന്നെ അതുപോലെ ബാക്കിൽ നമ്മൾ ചേട്ടനുണ്ടല്ലോ റോഹിത് ചേട്ടൻ, പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെ ചങ്ക് അടിമാലി. അപ്പോൾ എല്ലാവരും അപ്പോൾ VM സ്റ്റുഡിയോയിൽ വരാൻ മറക്കരുത് കേട്ടോ. നല്ല സ്റ്റുഡിയോ ആണ്, സാധാരണക്കാർക്ക് എപ്പോഴും കയറി വരാം. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേനെ. നമ്മൾ ഒരു കലാകാരൻ അവരൊരു ആഗ്രഹമുണ്ട്, ഒരു പാട്ട് പാടാമെന്നൊരു ആഗ്രഹം തോന്നിയാൽ പോലും അവർ സാമ്പത്തിക ശേഷിയോ മറ്റു കാര്യങ്ങളൊന്നും ഞാൻ നോക്കാറില്ല. അവരുടെ കഴിവിടെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സഹായം മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അതൊരിക്കലും സാമ്പത്തികത്തെ മുന്നിൽ കണ്ടുകൊണ്ട് മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അവരെ സഹായിക്കുന്നു എന്ന് മാത്രം. താങ്ക് യു കേട്ടോ. അപ്പോൾ എന്തായാലും VM സ്റ്റുഡിയോയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ സ്നേഹതീരം വൻ വിജയത്തിലേക്ക്. അപ്പോൾ ഡബിങ് എല്ലാം കഴിഞ്ഞു, എല്ലാ ചങ്കുകളും ഡബിങ് ഒക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. താങ്ക് യു. അപ്പോൾ എന്തായാലും ദൈവാനുഗ്രഹം കൊണ്ട് വിജയമാട്ടെ. ഈ ടീമിൻ്റെ തന്നെ ഇനിയും വർക്കുകൾ വരട്ടെ. ഹാപ്പി അല്ലേ? ഹാപ്പി.